ഹായ് ഓൾ, അപ്പം നമുക്കിന്ന് നല്ലൊരു അയില മുളകിട്ടത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ 2 അയില എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ളത് 1/2 തക്കാളി, 1/2 ഉള്ളി, 4-5 വെളുത്തുള്ളി, പിന്നെ കൊടംപുളി, 2 പച്ചമുളക്, പിന്നെ മഞ്ഞളും മുളകും ഉപ്പും കേട്ടോ. ഇത്രയും ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നമുക്ക് ചട്ടി കഴുകിയിട്ട് അതിലേക്ക് അടുപ്പിൽ വെക്കാതെയാണ് കേട്ടോ ചെയ്യണത്. ഒരു തക്കാളിയുടെ പകുതി, ഒരു ഉള്ളിയുടെ പകുതി, പിന്നെ കൊടംപുളി, 2 പച്ചമുളക്, പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് എന്നിവ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കണുണ്ട് കേട്ടോ. ഇതിന് ചേർത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കുക. നന്നായിട്ട് ഉടക്കുക, കൈ കൊണ്ട് തന്നെ നന്നായി ഉടച്ച് പിടിപ്പിച്ചിട്ട് ആവശ്യത്തിന് നമുക്ക് എത്ര കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളം വയ്ക്കുക. എന്നിട്ട് അടുപ്പിൽ വെച്ച് നമ്മൾ അത് ഒന്ന് കത്തിച്ച് വേവിച്ചെടുക്കുക. ഈ കുടംപുളിയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങണം. എന്നാൽ എല്ലാ മസാലകളൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, ഇതൊന്ന് പരിവായി കഴിഞ്ഞിട്ട് മാത്രമേ വെളുത്തുള്ളി ഇടുള്ളൂ നമ്മൾ കേട്ടോ. വെളുത്തുള്ളിയും കൂടി ഇട്ട ശേഷം കറി നല്ല തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീനും കൂടി വേവട്ടെ. ഒരു 5 മിനിറ്റ് മതി കേട്ടോ മീൻ വേവാൻ. വേവ് മീൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ മീനൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാം. അതിന് കടുകും ഉലുവയും ചെറിയുള്ളി കറിവേപ്പിലയും പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിവ പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് കറിയുടെ മേത ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം, അതിൻ്റെ സ്മെല്ല് പോവാതിരിക്കാൻ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അയില മുളകിട്ട കറിയാണ്, സിമ്പിളല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.